അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ചേച്ചിയുടെയും എന്റെയും റൂമിലോട്ട് നമ്മൾ ഫർണിച്ചർ ഒക്കെ നോക്കാൻ വേണ്ടി പോവാ കേട്ടോ. മാളക്കുട്ടി ഇല്ല, മാളക്കുട്ടിക്ക് ഇനി ലീവ് കിട്ടാൻ ചാൻസ് കുറവാണ്. എന്താ വെച്ചാൽ ശനിയാഴ്ച ദിവസം വരെ ക്ലാസ് ആണ്. അപ്പൊ ചേച്ചി പോകുന്നതിന് ഇപ്പം ഫർണിച്ചർ ഒക്കെ കയറ്റിയിട്ട് നമുക്ക് ഹോം ടൂറും കൂടെ ചെയ്യാം. അപ്പൊ അതാണ് പ്ലാൻ. ഫർണിച്ചർ കേട്ടാലേ നമുക്ക് ചെയ്യാം. പക്ഷെ എന്റെ ഒരു ഇതനുസരിച്ച് നമ്മുടെ റൂമിന്റെ പണി കഴിഞ്ഞാൽ കുറച്ച് ഫർണിച്ചർ മേടിച്ചിടണം എന്ന് ഞാൻ നേരത്തെ കൂട്ടി വെച്ചാ കേട്ടോ. അല്ലാണ്ട് ഇനിയിപ്പോ നിങ്ങളാരും നെഗറ്റീവ് അടിച്ചേക്കില്ല, ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഇവരുള്ള കാശെല്ലാം മേടിച്ചെടുക്കുവാന്ന്. അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളല്ലേ. നമുക്കിപ്പോ നമ്മുടെ അടുത്തുള്ളവരാണേലും ബന്ധത്തിലുള്ളവരാണേലും എല്ലാരും പറയും, ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് കണ്ടോ ഇഷ്ടം പോലെ പൈസ മേടിച്ചെടുക്കുക. നമുക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളില്ലേ, അതില് എനിക്കുള്ള കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. എന്റെ വീട് ഇങ്ങനെ ആയിരിക്കണം എന്ന്. ശ്രീകുട്ടൻ അത് പിന്നീട് മേടിച്ചിടും. പക്ഷെ എനിക്ക് ഞാനുള്ളപ്പോ അത് മേടിച്ച് കൊണ്ടുവന്ന് ഇടുന്നതൊക്കെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് മേടിക്കാം എന്നൊക്കെ ഓർത്തിരിക്കുവാണ്. അതെ, ഞാൻ മേടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ കട്ടിലും കാര്യങ്ങളെല്ലാം മേടിച്ചിടും. അപ്പൊ ചേച്ചി പറയുന്നത് ചേച്ചി പോകുന്നതിന് മുമ്പായിട്ട് മേടിച്ചിട്ട് അത് ഒരു ദിവസം അതിനകത്ത് കിടക്കണം എന്നൊക്കെയാണ് അവിടെ ആഗ്രഹം. അപ്പൊ അത് നമ്മൾ നോ പറയുന്നത് ശരിയല്ല. അപ്പം എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് വെക്കാം അല്ലേ? അല്ല, ഞാൻ ആദ്യം ചേച്ചി വരുന്നതിന് ഇപ്പുറം തന്നെ കട്ടിലും മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആളാണ് ഞാൻ. പക്ഷെ അത് നടന്നില്ല. പിന്നെ അതുമല്ല, ഇവരാണേലും ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഒന്നും മേടിക്കണ്ട, പിന്നെ മേടിക്കാം, സമയം പോലെ നോക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കാണ് നിർബന്ധം ഞാൻ തന്നെ വാങ്ങണമെന്നുള്ളത്. അത് വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മള് എന്നെയും പറയാൻ പോയി കഴിഞ്ഞാൽ ചുമ്മാ എന്തിനാ വല്ലോന്റെ വയലിൽ തെറി കേൾക്കുന്നത്? ഒരാവശ്യമില്ല. വെറുതെ ഇവര് വഴക്ക് കേൾക്കുന്നല്ലാണ്ട് സാധനം മുറ്റത്ത് വന്നു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. അതിലും ഭേദം എന്റെ കൂടെ അങ്ങ് വരുന്നതല്ലേ. മൂത്തതായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതിനെ പേടിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ്. കുറച്ചേറെ ഹാപ്പി മൊമെന്റ്സ് ഉണ്ട്. അപ്പം നേരെ പോയി വീഡിയോ കണ്ടിട്ട് പോയി. 12:30 എന്നാ ചോറും കൊണ്ട് കൊണ്ടിട്ട് പോയായിരുന്നല്ലേ? എന്നാ കേറ്. മാളക്കുട്ടിക്ക് ചുമക്ക് മരുന്ന് മേടിച്ച. മാളക്കുട്ടിയുടെ ചുമ ഒരു രക്ഷയില്ല. കേറിച്ചോ. രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കി നടക്കും കേട്ടോ. ഗോഡൌണിൽ കയറിയിട്ട് വന്ന് കേറിയിട്ട് ഒറ്റ മനുഷ്യന്റെ ഇതിന് ഓണറും ഇല്ല, സ്റ്റാഫും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അവര് പറഞ്ഞു നിങ്ങൾ പോയി സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി പറഞ്ഞു. അതെ. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഡൈനിങ് ടേബിളും പിന്നെ എന്നാ മേടിച്ചമ്മേ? അലമാരിയും മേടിച്ചല്ലേ? ഇതേ ഡ്രോ ടൈപ്പ്. നോക്കിക്കോ. കേറി തന്നാ ഒടിഞ്ഞു പോവോ? കാശ് തരണ്ടേ? ഡ്രോ ഉള്ളു വേണ്ടപ്പാ. അല്ലാതെ തന്നെ ഇവർക്ക് കള്ളികൾ കൂടുതലാന്നാ പറയാ. ഇനിയിപ്പോ ഇതിനകത്തൂടെ വേണ്ട. പാറ്റയെ വളർത്താൻ ഇവിടെ കണ്ട് ബെഡ് കുഴപ്പമില്ല. ഒപ്പം നോക്കിയപ്പോ നടുവിനൊന്നും ഉണ്ടാകത്തില്ലല്ലോ അല്ലേ? ഈ ബെഡിന് 35 രൂപ വില. ഒരെണ്ണത്തിനൊന്ന് ഫ്രീ അമ്മ ഇട്ടിരിക്കുന്നത്. നമുക്കൊരു 17 വരെയൊക്കെ കൊടുക്കാം. ഞങ്ങൾക്ക് 10 ഫ്രീ. ഞങ്ങളുടെ ലാഭം. ഞങ്ങൾക്ക് ഇപ്പം 10 കിട്ടും. ഞാൻ കയറി. അപ്പം പിന്നെ വില 35. മനസ്സിലായോ? നമ്മൾ ഓർമ്മ എടുക്കാൻ പറഞ്ഞാൽ 2 എടുക്കാൻ പറ്റും. എല്ലാവർക്കും പറ്റിയല്ല. ഓർമ്മ എടുക്കും 17 രൂപ. 500 രൂപ കുറച്ചാ കൊടുക്കണേ. ആ ബെഡാ ശിവനേ. 10 രൂപ 8 രൂപ. അപ്പൊ 8 രൂപയ്ക്ക് ഒരെണ്ണം എടുക്കുമ്പോ ഒരെണ്ണം ഫ്രീയോ? അതൊക്കെ അതിന്റെ വില മാത്രം. അപ്പൊ എങ്ങനെ അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരണം അല്ലേ? 35 രൂപയ്ക്ക് അപ്പൊ 2 ബെഡിന്റെ പൈസ ആവുന്നുണ്ട്. ഒരു ബെഡ് 35 രൂപയ്ക്കാണ് കൊടുത്തു. ഒരു ബെഡ് 17 രൂപ ഒരെണ്ണം എടുക്കും അല്ലേ? 17 നല്ല
ഈ 17 രൂപ കൊടുത്ത് ഇത്രയും നല്ല ബെഡൊക്കെ മേടിച്ചിട്ടേ പിന്നെ വീട്ടുപണിയൊന്നും ചെയ്യാൻ തോന്നിയത് ഏത് സമയം അതിൽ കിടപ്പായി. മനുഷ്യൻ ഈ കൊച്ചിനെ കഴിക്കുന്ന കിടന്ന് ഉറങ്ങുന്നത് മാത്രമേ ഉള്ളൂ മിച്ചം. അതെ, മനസ്സിലായോ? അത് ശരിയാ. അതുപോലെ കിടന്ന് ഉറങ്ങുന്നൊന്നും എല്ലാം കഴിക്കുന്നേ ഉള്ളൂ, ബാക്കി ഒന്നും നമുക്കുള്ളതല്ല. ഇപ്പൊ എല്ലാവരും അങ്ങനെ അറിയാം. ഇപ്പം സാധാ പെട്ട് കറ്റവും എല്ലാ സ്പ്രിങ്ങും എല്ലാവരും സാധാരണക്കാരൻ വന്നാൽ പോലും ഒരു സ്പ്രിങ് നമുക്കിപ്പം ഇത് ഒരെണ്ണോ അതൊരെണ്ണോ പറഞ്ഞു. ഇത് ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം കൂടെ ഉണ്ട്, പക്ഷെ അതിന്റെ വില 30. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അത് താത്തി പറഞ്ഞല്ലോ, അതായത് ഒരു വെട്ടിന് അതിനേക്കാൾ 1000 രൂപ കുറച്ച് പിന്നെയും കൊടുക്കുന്നു. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അതിനേക്കാൾ 1000 രൂപയുടെ കുറച്ച്. അപ്പൊ 34,000 രൂപ വില. അത് കിടക്കുന്ന 35 രൂപയാണ് കിടക്കുന്നത്. 35 രൂപ 2 ബെഡ് 34 രൂപയ്ക്ക് കൊടുക്കും. പക്ഷെ എനിക്ക് അതിനും താത്ത് കൊടുക്കാം, അതിനും താത്ത് കൊടുക്കും. ഇഷ്ടപ്പെട്ടായിരുന്നു. വില പറയരുത്. അതെ, കമ്പനി ഇട്ടിരിക്കുന്ന വിലയിലൊക്കെ ഒന്നെടുത്ത ഒന്ന് കമ്പനി പരസ്യത്തിൽ നിന്ന് 1000 രൂപ കുറച്ച്. എടാ അതല്ല, ഇതാവുമ്പോ ഞാൻ നോക്കിയിട്ട് പിള്ളേരൊക്കെ കയറി ചാടുമ്പോ വലിയതും കുഴിഞ്ഞു പോകത്തില്ലാത്ത ഇതാ. അപ്പൊ നമുക്ക് ഇതേ കൂട്ട് രണ്ടെണ്ണം എടുക്കാം. അത് മതി. ഓക്കെ, സെറ്റ്. വെട്ടി ഇത് കൂട്ടും. അതൊക്കെ ആരാ അപ്പൊ നമ്മൾ ഈ കട്ടിലാണ് നോക്കിയത്. നീ എന്നാ വേണേലും പറഞ്ഞു, നീ പറയുന്ന പോലെ ഇതാണ് ഇത് ഫുള്ള് തേക്ക്. 5 അടിയുടെ കട്ടിലാണ്. ഫുള്ള് പലകയൊക്കെ അടിച്ച് കുറച്ച് ഡിസൈൻ പണിയൊക്കെ വരുന്നുണ്ട്, കുറച്ച് വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹെഡിന്റെ തലയുടെ അവിടെ ആ കുറെ വർക്കുകൾ വരുന്നുണ്ട്. വലിയ ഓവർ മോഡലല്ല, ഓവർ മോഡൽ ഉണ്ട്, മറ്റേ ബോക്സ് ആർച്ച് മോഡലൊക്കെ ഉണ്ട്. ഈ ടൈപ്പ് ഉണ്ട്, പക്ഷെ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്പേസ് പോവും റൂമിന്റെ. ഇത് ബോക്സ് കട്ടിലല്ല, കംപ്ലീറ്റ് തേക്കാണ്, ഫുള്ള് പലകയാണ്, പ്ലൈവുഡ് അല്ല. തേക്കിന്റെ പലക. അത് പിന്നെ ആറകാലം പിന്നെ 6ക്ക് 2 ഇഴുകയാണ്. അതെ, 6 ഇഞ്ച് വീതി 2 കനമുള്ള ഇഴുകയാണ്. പിന്നെ 5 ഇടവെള്ളുണ്ട്. പിന്നെ ഞങ്ങള് കേറി ചവിട്ടിയൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ, അപ്പൊ കാൽപ്പാട് കാണുന്നേ. കയറി ചവിട്ടുകയല്ല ഇതല്ലേ, ഇങ്ങോട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് കയറിക്കോ. ഇത് ഒടിഞ്ഞു പോയ കാശ് തരണ്ട, ഇത് ഒടിഞ്ഞു പോയ പൈസ തരണ്ട. നമ്മള് കൂടുതൽ ഫുള്ള് തേക്ക്. അതെ, നമ്മള് കൂടുതൽ സാധനങ്ങൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. നമുക്ക് ഇനിയും പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അതിന് 6 കട്ടിൽ കിടപ്പുണ്ട്. നമ്മുടെ കട്ടിന്റെ എല്ലാം പ്രത്യേകത പിന്നെ 6ക്ക് പിന്നെ 6 ഇഞ്ച് ഇഴുകയാണ്, 6 വീതി 2 കനം. 2 കനം. സാധാരണ എല്ലാരും പണിയുന്നത് 4 വീതി, ഇത് 6 വീതിയാണ്. 6 വീതി. അപ്പൊ ഇവർക്ക് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. നമ്മുടെ അവർ തടി എടുക്കുന്നു, കളിയെടുത്ത് ചെയ്യുന്നുണ്ട്. തടിയെടുത്ത് അവര് ആശാരിമാരെ വെച്ച് അത് വർക്ക് ചെയ്യുന്നതുകൊണ്ട്. പരപ്പേലാണ് സ്ഥലം വരുന്നത്. കടയുടെ പേര് തയ്യൽ അല്ലേ, ഫർണിച്ചർ ബസാർ. ചേട്ടന്റെ വീട് വരാ തയ്യൽ അല്ലേ? വേറെ ഉണ്ട്, കടയുണ്ട്. അതെ അതെ. മറ്റേ സിമെന്റ് കടയിൽ നിങ്ങളായിട്ട് ആണോ? അതാരാ? ചേട്ടന് വേണം. പെയിന്റ് കടയുണ്ട്. ഇത് 1-ാം തീയതി കട്ടപ്പന അടുത്ത വെയിറ്റ് തുടങ്ങുന്നു. തയ്യൽ. അപ്പൊ അതിന്റെ കൂടെ ഡിസ്കൗണ്ട് നമുക്ക് ഇതിൽ തരും. ഡിസ്കൗണ്ട് ഇവിടെ എന്നും ഇപ്പൊ നമ്മൾ പറയുന്ന വിലയല്ല, ആൾക്കാർ പറയുന്ന വിലക്കാ കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിലയല്ലല്ലോ, ആ വിലക്ക് ഞങ്ങൾ മേടിക്കല്ലോ. നിങ്ങൾ തന്നെ വില തീരുമാനിക്കുക. വില ഇടുകയല്ലേ? അതെ. അപ്പൊ ഈ ഒരു കട്ടില് ഫിക്സ് ആക്കി അല്ലേ? നമുക്ക് എടുത്താലോ? ഇനി ഏതാ ആ കട്ടിലോ? ഏത് കട്ടിൽ നോക്കിയാ അപ്പുറത്തല്ലേ? അപ്പൊ അതും കൂടെ നോക്കാം. ഈ ബെഡ് എന്നാ റേറ്റിന് തരാൻ പറ്റും? 1 രൂപ കുറയ്ക്കാം. 17 രൂപ. ആലോചിക്കാണ്. 16 രൂപയ്ക്ക്. 16 രൂപയ്ക്ക് ഫിക്സ് ആണേ. അതെടുത്തു, 16 രൂപയ്ക്ക് എടുത്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്നെ കല്ലുവർക്ക് എറിയും. നമ്മളതൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് എഴുന്നേറ്റ് എന്തെങ്കിലും പറമ്പിലോ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യണം. ഒരുപാട് പണികളുള്ള ഇതാ കിടന്നാൽ മതി എപ്പോഴും. ഈ കട്ടിലാണെങ്കിൽ പിന്നെ ഒരു കട്ടിൽ ഇതാണ്. ഒരെണ്ണം ഇതാണ്. പുള്ളിയത് അഡ്വാൻസ് ഒക്കെ മേടിച്ചതായിരുന്നു. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്ക് കൊടുക്കാവുന്ന അടുത്ത ഡേറ്റ് അടുത്ത ദിവസം പുള്ളിക്ക് കൊടുക്കാം. കാലൊക്കെ നല്ല ബലവത്താണ്. അത് തന്നെ ഫുള്ള് പല കഥയൊക്കെണ്ടോ നല്ല മരം അതാണ്. അപ്പൊ തടിയുടെ കനമാണ് നോക്കണ്ടേ, അല്ലാതെ നമ്മൾ എടുത്ത 2 ബെഡും ഇപ്പൊ പറഞ്ഞ ആ വില. ഓക്കെ, 2 കട്ടിലും എല്ലാം സെറ്റ്. അപ്പൊ അലമാരയും കൂടെ വേണം ചുമ്മാ ഒന്ന് നോക്കാം. എന്നിട്ട് ഇപ്പൊ അലമാര ഇപ്പൊ നമ്മൾ മേടിക്കും. അലമാര നമുക്ക് നോക്കാം.
അലമാരി അടുത്തോ പണതോണ്ട് കാണുന്നതിന് കുഴപ്പമില്ല. കാണുന്ന കുഴപ്പമില്ല. അടുത്ത ഈട്ടി പണിയുന്നുണ്ട്. നമുക്ക് ഈട്ടി തേക്ക്. ഞങ്ങൾ കാണുന്നതിന് ഞങ്ങൾക്ക് പൈസ ഇങ്ങോട്ട് വരുമോ? തേക്കിന്റെ മതി, തേക്കിന്റെ മതി. ഈട്ടിലേക്ക് 5 അതല്ല ചേട്ടന് നിന്നെ ഇറക്കി വിടാൻ പറ്റത്തില്ല. ഇല്ല പണ്ടേ നിന്നെ തൂക്കിയെടുത്ത് അയച്ചു കൊടുത്തു വിടുവാണെങ്കിൽ കയറ്റാൻ എളുപ്പമായിരിക്കും. എന്നാലും റൂമിനകത്ത് കയറ്റിയിട്ട് സെറ്റ് ചെയ്യണം അല്ലേ? എന്നിട്ട് കട്ടോട്ടിട്ടാ മതി. 5 അടിയുടെ നല്ല വലിപ്പമുള്ള തേക്കിന്റെ തന്നെ പലകയൊക്കെ അടിച്ച് 2 കട്ടില് പൊന്നൂനും ഇഷ്ടപ്പെട്ട് 2 കട്ടിലും എടുത്തു. 10 രൂപ വില വരുന്ന 2 ബെഡ് കൊടുത്തു. പിന്നെ കുറെ സാധനങ്ങൾ നമുക്ക് വേണം. അതൊക്കെ നമ്മൾ പിന്നീടത്തേക്ക് വെച്ച് ഇത് മാറ്റി വെച്ചു. അത്യാവശ്യമുള്ളതായതുകൊണ്ട് കുറെ സാധനങ്ങൾ അത് നല്ല തടിയാണ്. ഈ ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ ഇടപെട്ടിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. തടിയൊന്നും വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഉപ്പേറെ പരിസരത്തുള്ളവർക്കൊക്കെ വന്ന് നോക്കി അത്യാവശ്യ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാം, എടുക്കാം. ഫ്രൂട്ടിയൊക്കെ കുടിക്കുള്ളൂ. തീർന്നു പോയി അറിയാതെ അവിടെ ഇത് വലിച്ചു പിടിച്ചങ്ങ് കുടിച്ചു. പെട്ടെന്ന് തീർന്നു ആ സാധനം. വായി വെക്കുന്നേ ഓർമ്മയുള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നാരങ്ങ വെള്ളത്തിനൊക്കെ ഇഷ്ടം എനിക്ക് ഇത് തന്നെയാണ്. ഫ്രൂട്ടി ഇഷ്ടം. അത് ഫ്രിഡ്ജിൽ വെച്ച് ഇഷ്ടമില്ല, തണുപ്പില്ലാത്ത സാധാ. ഒരെണ്ണം കൂടെ മേടിച്ച് തരുമോ? ഇത് തീർന്നു പോയി. ആ ഒരെണ്ണം കൂടെ മേടിച്ചു കൊടുക്ക. ഉഴുന്നടയാണോ? അമ്മ കൈ കൊണ്ടുള്ള ആങ്ങിയ ഇങ്ങനെ. അയ്യോ അത് കൊള്ളാം. പിന്നെ ഞങ്ങൾ നാരങ്ങ വെള്ളം കേട്ടോ. നാരങ്ങ വെള്ളത്തിന്റെ ആൾക്കാരാണ് ഞങ്ങള്. ഞാൻ നാട്ടിലെ ലൈൻ കുടിച്ചിട്ട് ഒത്തിരി നാളെ അതുകൊണ്ട് ഒരെണ്ണം കുടിക്കാൻ സോഡ നാരങ്ങ വെള്ളം കേട്ടോ, അടിപൊളിയാ. പിന്നെ ഉഴുന്നോടെ. ഇതിനോട് 3 ഉഴുന്നോടെ പറഞ്ഞു. പപ്പായ്ക്കും അമ്മയ്ക്കും എനിക്ക് വേണ്ട, കഴിച്ചോ. വളരെ പണിപ്പെട്ട് അവർ കയറ്റുന്നു കേട്ടോ. കുട്ടമോനാണ് എടുത്ത് വെക്കുന്നത്. നമ്മൾ വണ്ടി വിളിച്ചു ഓരോന്നോരോന്ന് പറക്കി അഴിച്ച് കയറ്റിക്കൊണ്ട് പോകാനാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ റൂമിൽ കയറ്റി നമ്മൾ ഫിറ്റ് ചെയ്യണം. എല്ലാം ഭദ്രമായിട്ട് എടുത്ത് വെച്ച് തരുന്നുണ്ട്. ഞങ്ങൾ ചേട്ടൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട് ഒരു പണിക്കാരനെ വെക്കണമെന്ന് കേട്ടോ. ഇത് മുതലാകത്തില്ല. അതെ, ചാടി പോവാ അടുത്തും കൂടെ വെക്കുമ്പോ. ഹനുമാന്റെ കൂട്ട് മലയും ചുമന്നുകൊണ്ട് പോകുന്നു. കയറിട്ട് കെട്ടിയില്ലേ കയറ്റം കയറുമ്പോ ചാടിപ്പോവും. ഇല്ല പിന്നെ പണിയാവും അല്ലേ? അതെ, അപ്പുറം ഇപ്പുറേ കൂടെ ഓരോന്ന് വെച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് പെട്ടതാ. അമ്മേന്റെ വണ്ടി ഇരിക്കുന്നു. അതെ 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 അതെ, മോളമ്മ മുഖ്യം ബിഗിലേ. കേട്ടോ കാണുന്നുണ്ടോന്ന് അറിയാൻ പറ്റും. ആ കാണുന്നൊക്കെ ഉണ്ട്. മോന് പറഞ്ഞു കേട്ടോ, ബെഡും കട്ടിലൊക്കെ പൈസ കൊടുത്താൽ കിട്ടും. മോളമ്മേനെ കിട്ടുവോ? ആ ഇവിടെ നിർത്തിയിട്ട് പോവാ കേട്ടോ. വണ്ടി ഇവിടെ കിടപ്പുണ്ട്, സാധനമൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ വൈകിട്ടത്തേക്കാണ് ഒരു സ്പെഷ്യൽ സാധനം മേടിച്ചിട്ടുണ്ട്. ആ ഏതായാലും ഇത്രയും പണിയൊക്കെ എടുത്തല്ലേ, എന്നാ പിന്നെ അങ്ങ് ജോറാക്കിയേക്കാന്ന് വെച്ച്. ആ കൊച്ചിന്റെ മരുന്ന് മേടിക്കണം ചുമക്കുള്ളേ. എന്നാ ഞങ്ങൾ ആദ്യം പോയി ചുമയുടെ മരുന്ന് മേടിച്ച് വിട്ടോളാം. അപ്പൊ നിങ്ങൾ വരും. ഓക്കെ, ഒരു വിഷമവും ഇല്ല. നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. എല്ലാരും കൂടെ കൂടി പറക്കി വെക്കാനായിട്ടുള്ള പരിപാടിയില്ല. ബെൽറ്റ് ഇട്ടില്ല, അതുകൊണ്ട് പാൻ്റ് ഇടയ്ക്കിടയ്ക്ക് വലിച്ചു കയറ്റുന്നുണ്ട് കേട്ടോ. ആരും ഒന്നും വിചാരിക്കണ്ട, ജയന്റെ കൂടെ ഒരു പാൻ്റാണ് എടുത്തിട്ടേക്കുന്നത്. സാധനം പിടിക്കാൻ പാൻ്റ് പിടിക്കാൻ ആളെ പിടിച്ചേക്കില്ല, വിഷയമാകില്ല. അത് വേണം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കട്ടിലെടുത്ത് ഉണ്ടാക്കിയിട്ട്. ചെടി ലൈറ്റ് ചെടി സൈഡ് വെക്ക്. അതെ, കട്ടിലെല്ലാം കയറി കഴിയുമ്പോ ആ ഇവാ സെറ്റ് സാധനം. ആ അമ്മ അവനോട് വേറെ നിക്കറ് എടുത്തിടാൻ പറമ്മേ. എടാ ഇതെടിക്കല്ലേ. ആ പിന്നെ പാല് പടം അതിനെ ഊരിപ്പോത്തില്ല, അവന്റെ ഊരിപ്പോവും, അത് ഉറപ്പാ.
പിന്നെ വയ്യൊന്നും പറയാം. അയ്യോ വയ്യാത്ത ഒരു അറ്റാക്ക് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സെറ്റായത് എന്തിയേ ഇതടി ഇല്ലായിരുന്നോ? വേണ്ട വേണ്ട പപ്പായ അവനും കൂടെ കുടിക്കട്ടെ. വായിക്കോട്ട് വെയിറ്റ് പിടിച്ചോടാ. പിടിച്ചു പപ്പായും കൂടെ കൂടിയിട്ട് അത് ഇറക്കി വെച്ചു. താങ്ങാ അമ്മ പറയത്തെങ്കിൽ ആ ആ കാലില്ല വെയിറ്റ് കൂടുതൽ ആണോ? ഈ കാലം അത്ര വെയിറ്റ് ഇല്ല. അറിയോ തുറന്നാ മറ്റേ അകത്തോട്ട് കയറ്റിക്കില്ല നമ്മള് അത് എല്ലാരും കൂടെ പിടിച്ച് അകത്തോട്ട് തന്നെ അങ്ങ് ഇങ്ങനെ പൊക്കി തരാവേ. അത് പിടിച്ചോ മക്കളെ. ആ സാരി തട്ടി വീടില്ലേ. അതെ അതെ സഹായിക്കാൻ പോയിട്ട് അമ്മയുടെ സാരി തട്ടരുത്. അത് ഏതിന്റെ ഇതായിരുന്നു? അതൊക്കെ ഞാൻ എടുത്തുതരാം. പോകട്ടെ. അത് നമ്മളെ പറയുന്നില്ലേ. ആ ആ ആ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? അതാ ഇപ്പൊ മുറിയിലോട്ട് കൂട്ടാണോ? നേരെ ആ മുറിയിലോട്ട് തന്നെ പിടിക്കും. ഏത് മുറിയിലാ? മോനുവിന്റെ മുറിയിലോട്ട്. ഇങ്ങനെ ഇങ്ങനെ മുക്കിയാലും ആ അങ്ങനെ ഉണ്ടോ? അതുപോലെ അതുപോലെ തന്നെ അങ്ങനെ കൊണ്ടുപോകണം ഞങ്ങളുടെ പ്ലാന്. എങ്ങും തട്ടാതെ മുട്ടാതെ പതുക്കനെ കയറ്റിക്കൊണ്ട് പോണേ. വെക്കണോ? കേറ്റ് പറഞ്ഞിട്ട് വെക്കണം. ഇല്ലേ പോറും. ഒന്ന് മാറി ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഇട്ടേമ്മേ. പറഞ്ഞിട്ടേ വെക്കാവുള്ളൂ. കറണ്ട് ഇല്ലാന്ന് തോന്നുന്നു. വലിയ പാടാണ്. വേണ എന്ന് വെച്ചോ, മടുക്കരുത്. മോനുണ്ട് മോനുണ്ട് മോനുണ്ട്. ഇങ്ങോട്ട് പോകുന്ന ഭിത്തിയോട്ട് ചാരാം. ഭിത്തിയല്ല, താഴെ തറയിലോട്ട് വെച്ചോ. നമ്മൾ ആദ്യം എടുത്താണോ റൂമി? ആദ്യം എടുത്തിട്ടില്ല. അതാ എന്റെ റൂമിൽ അല്ലേടാ? ഓക്കെ, അത് അങ്ങനെ വെച്ചോ. സ്വാമി സ്വർണ്ണമയ്യപ്പ വരും. മോനും അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പിടിക്കണ്ടെന്ന് പറഞ്ഞത്. അടുത്തത് എടുത്തു. ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് നമുക്ക് ഗേറ്റ് വെക്കാം. വെക്കണേ പറയണേ മോനു. സെറ്റായോ? അപ്പൊ മറ്റേ ഇറച്ചി വെട്ടുന്ന മുട്ടയില്ലേ? അത് മതിയോ? വേണ്ട വേണ്ട, അവൻ പിടിച്ചോളൂ. അയ്യോ അങ്ങനെ പറയരുതേ. ഞങ്ങള് പൊന്നുപോലെ കൊണ്ടുനടക്കുന്നതാ. ആകെപ്പാടെ ഒന്നേ ഉള്ളൂ. മടുത്ത് കേട്ടോ. അതിന്റെ നെട്ടും ബോൾട്ടും ഒക്കെ ഇടുവാണ് അല്ലേ? അമ്മച്ചി അവിടെ നിപ്പുണ്ട്. കൂട്ടുമോൻ അമ്മച്ചിയുടെ അടുക്ക പോയി നിപ്പുണ്ട്. മടുത്ത് വേണേ ചോറ്. അമ്മ വിട്ടോ. ആ വീഡിയോ നാളെ യൂട്യൂബിൽ വരും. നാളത്തെ ഹീറോസാ. സഹോ കട്ടിലെ കേറിയിരുന്നാണോ തൊടാ? അതെ, കടയിൽ കിടന്നാലേ റോഡിന്റെ സൈഡിലാ കട. അന്നേരം ഈ വണ്ടിയൊക്കെ പോയിട്ട് അതിന്റെ ഷട്ടറൊക്കെ തുറക്കുമ്പോൾ പൊടി അകത്തോട്ടാകുന്നത്. അതുകൊണ്ട് നിറച്ച് പൊടി ആയതുകൊണ്ടാണ്. നല്ലോണം തൂത്തെടുക്കണം. നല്ലോണം തൂത്തട്ടെ ബെഡ് എടുത്തിട്ട് പോകണേ പിന്നെ വൃത്തിയായിട്ട് കിടന്നോളൂ. അല്ല പിന്നെ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ബെഡിനൊക്കെ ഭയങ്കര കനമാണ്. അതൊക്കെ എടുക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ആദ്യം തന്നെ തൂത്ത് കഴിഞ്ഞിട്ട് അതല്ലേ നല്ലത്. അത് ശരിയാ. ചേച്ചി എനിക്കും കൊണ്ടിട്ട് തുണി ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല അടിയൊക്കെ നല്ല സെറ്റായിട്ട് തുടച്ചു തരാം. അടി എടുത്താൽ തരാമോ? വെള്ളം തുറണ്ടേ? തുണി എന്ത് തുടയ്ക്കാൻ? തുണി
അത് മതിയല്ലോ, ഈ ഒരു കട്ടിൽ തുറച്ചാൽ പോലെ അപ്പുറത്തെ കട്ടിൽ. അതിന് തുടയ്ക്കാനായിട്ടൊന്നുമില്ല. ഞാനിത് ഇറങ്ങി തന്നെ അതിന്റെ പകുതി പൊടി പോയി. എന്നാ കുരുത്തക്കേടാണ്, കുളവീനെ പിടിച്ചോണ്ടിരിക്കുക. പൊന്നുമൊക്കെ താമസത്തിന് വരുന്നതിന് മുമ്പേ ആദ്യമായിട്ട് നമ്മുടെ റൂമിൽ വന്ന ഒരു അതിഥിയാണ്. കൊന്നൊന്നുമില്ല, ജീവനോടെ പിടിച്ച്. ഈ പപ്പ എന്നാ ക്രിമിനൽ, അതങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ എന്നാ വേദനയാണെന്നറിയോ? ഭയങ്കര വേദനയാണ്. മനോളവി വേട്ടവളിയല്ലേ? വേട്ടവളിയുള്ളതല്ല, അതിന്റെ പേര് എന്നമ്മേ കടന്നല്. വേട്ടവളിയിൽ ഇതാ നമ്മ, വേട്ടവളിയിൽ ഇതാ നമ്മ കൈ കൊണ്ട് അടിക്കും. അയ്യോ ഏതാണ് രണ്ടാമത്? ആ മറ്റേ ഇതാ. ഒന്നുകൂടെ പറയൂ. എല്ലാരും ന്യൂട്രൽ അടിക്കുന്നവർ മാത്രം വീഡിയോ എടുക്കും, പണിയുന്നവർ വീഡിയോ ഒരിക്കലും എടുക്കില്ല. ചത്ത് കിടന്ന് പണിയുന്നവരുടെ വീഡിയോ എടുക്കത്തില്ല, ന്യൂട്രൽ അടിക്കുന്നവരുടെ മാത്രം വീഡിയോ എടുക്കുമെന്ന് ശ്രീകുട്ടന്റെ പരാതിയാ കേട്ടോ. അത് വെയിറ്റ് ഉണ്ട്. അമ്മേനെ അതിന്റെ തിരല്ലേ? അങ്ങനെ കൂടെ വെച്ചിട്ട് ഇറങ്ങാതെ തള്ളി നിൽക്കാൻ. സെറ്റായോ? ആകുന്നു. എല്ലാം സെറ്റായിട്ട് കാണിക്കാം അല്ലേ? ഉദ്ഘാടനം കഴിഞ്ഞു. ഞങ്ങൾ ആരും കേറി കിടന്ന് ഉദ്ഘാടിക്കാതിരിക്കാനായിട്ടേ വീട്ടില് ആ റൂമിൽ കുരിപ്പിരിപ്പുണ്ട്, ഓടി പറഞ്ഞു വരും. എന്റെ കട്ടില് എന്റെ കിടക്ക എന്തും വെക്കും. ഈ ചെറുക്കൻ എന്നാ അയ്യോ അതിന്റെ കവർ വേണമെങ്കിൽ പറിച്ചു കളഞ്ഞോ കേട്ടോ. ചിലപ്പോ ഒച്ച വരും, കിരികിരി കിരികിരിന്ന് ഒച്ച വരും. ആ നോക്ക് ഇവിടെ ഏതായാലും പപ്പയും അമ്മയാ കിടക്കാൻ പോകുന്നേ. അപ്പൊ ഇവര് കിടന്നിട്ട് അവർക്ക് ഡിസ്കംഫർട്ട് ആണെങ്കിൽ അവരാ കവറൊക്കെ ഊരിക്കളി നിൽക്കും. ആ എന്റെ റൂമില് റൂമിലേക്ക് മാറുമെന്നൊക്കെ ഇപ്പൊ ഈയിടെ പറഞ്ഞത് ഇത് ശ്രീകുട്ടന്റെ റൂമെന്നാണ് പറഞ്ഞത്. നമുക്കിപ്പം ഞങ്ങൾക്ക് ആ ചെറിയ റൂമാണേലും നമ്മുടെ ഇവിടെ പപ്പാടെ വെങ്ങന്മാരോ അല്ല ഞങ്ങളുടെ ആരെങ്കിലോ ആര് വന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ കിടക്കാനുള്ള സൗകര്യത്തിലാണ്. ഏതായാലും ഇവരുടെ ഇഷ്ടം പോലെ കിടക്കട്ടെ. അപ്പുറത്തെ റൂമിലോട്ട് പോവാം. എന്റെ പൊന്നടാ, എല്ലാരും കൂടെ പിടിച്ചാൽ സെറ്റപ്പാട്ട് കയറ്റി ഇടാം. അതെ, കൊച്ചിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല എന്നുള്ളത് അല്ലേ? എല്ലാം കറക്റ്റാ. അതെ, അതായത് ഈ വീട്ടില് അംഗം കാണണമെങ്കിൽ ഇതൊക്കെയാ കേട്ടോ. അതായത് കുറച്ചു മുമ്പേ മോനും അവിടെ കയറി കിടന്നുകൊണ്ട് അമ്മ ഉദ്ഘാടിക്കാൻ വേണ്ടി കയറിയതാണ് ഇത്. പാവം കുട്ടൻ മോനും മാളക്കുട്ടിയും ഇങ്ങനെ നിക്കുവാണ്. ഇനി അതുകടെ അഭ്യാസം എന്നാന്ന് അറിയത്തില്ല. ആ കവറ് പറിച്ചു കളഞ്ഞേരാ മോനോ, എനിക്കത് ഇഷ്ടമില്ല. അമ്മ എന്നാ നമുക്ക് പോയാലോ? അല്ല 3 പേരും കൂടി ഇരുന്ന് ആട്ടമൊക്കെ കഴിയുമ്പോ തന്നെ വന്നോളൂ. കൊച്ചിന് ചെറിയൊരു വിഷമോ, കൊച്ചിന് ചെറിയൊരു ഈഗോ ഉണ്ടല്ലോ. അല്ല അതല്ല, അതില് പിറ്റിട്ടതറിയോ, പുതിയ കടയിൽ ഇന്നത്തെ മേടിച്ചോണ്ട് ഇട്ട കൂടാതെ എന്റെ കബോർഡ് കൂടെ എടുത്തോണ്ട് വന്നിവിടെ വെക്കണോന്ന്. എടാ അപ്പൊ പുതിയ കബോർഡ് മേടിക്കുമ്പോ തന്റെ റൂമിൽ വെക്കാലോ. അല്ല എനിക്ക് ആ എനിക്ക് പുതിയതല്ല പഴയതല്ല എനിക്കുള്ള. അങ്ങനെയാണോ? ആ എന്നാ പിന്നെ കുഴപ്പമില്ല. കട്ടിലും മറ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ കൊണ്ടുപോയില്ല മേടിക്കാനായി, കഴിഞ്ഞതിന് പറ്റുണ്ട്.
സാരമില്ല, കൊച്ചിന് വേണ്ട ഒരു സാധനം ഞങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. പറ്റിയ സാധനം, സൂപ്പർ സാധനം. കഴിക്കുന്നതാണോ? ആ, ഈ ചെറുക്കനെ കൊണ്ടുണ്ടല്ലോ. ഉലകാതെ മനുഷ്യൻ അറ്റാക്ക് വരുത്തിട്ട്. ഏയ്, അത് എന്റെ കയ്യിൽ നിന്ന് ഞാൻ കൈ വീശിയപ്പോ ഫോൺ അങ്ങ് പറഞ്ഞു പോയി. അപ്പൊ എന്റെ കൊച്ചും ഇടയ്ക്ക് വന്ന് കിടക്കണം കേട്ടോ. ഒരു കാര്യം മാത്രം പോയി, അവിടെ ഈ ബെഡിന് പില്ലോ ഉണ്ടായിരുന്നു കൂടെ. നമ്മളത് എടുത്തില്ല, നമ്മൾ തീർത്ത് വെച്ച് ഞാൻ ചേട്ടനോട് വിളിച്ചു പറയുക, വിളിച്ചു പറയാം. എടുക്കാൻ മറന്നുപോയി, അങ്ങനെ തരണമെന്ന് പറഞ്ഞിട്ട് ഓട്ടോയും കൊണ്ടുവരിക. ചേട്ടനും മറന്നുപോയി കാണാം. ഇപ്പൊ നമുക്ക് പില്ലോ എടുക്കാം, 4 പില്ലോ ഉണ്ട്. നമ്മൾ ഓരോരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ട് അല്ലേ? കുഞ്ഞു കൊച്ചു സന്തോഷങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ അല്ലേ? എനിക്ക് തന്നു ഇന്ന് ചത്തുകിടന്ന് പണിയില്ലായിരുന്നു, അതുകൊണ്ടാ. ഈ സാധനം എല്ലാം ചുമന്ന് തീർച്ചയില്ലേ പാവം. അയ്യോ. അപ്പൊ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാ കട്ടിലും ബെഡെല്ലാം ആയി. ഇനിയിപ്പോ നമുക്ക് ഈ റൂമിലോട്ട് വേണ്ടത് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വേണം. അത് ഞാൻ മേടിക്കുന്നതായിരിക്കും കേട്ടോ. ആ സാധനം ഞാൻ മേടിക്കും, വേറെ ആരെ കൊണ്ട് മേടിക്കാൻ സമ്മതിക്കരുത് ഇവിടെ. പിന്നെ ഒരു അലമാരി വേണം, അത് ഞാൻ മേടിക്കും. പിന്നെ അപ്പുറത്തെ റൂമിൽ അലമാരി വരും, അത് നമ്മള് അപ്പൊ നമ്മള് ഏതായാലും ഇത്രയൊക്കെ സെറ്റപ്പ് ആയ സ്ഥിതിക്ക് റൂം വീടിന്റെ ഒരു മൊത്തത്തിൽ ഒരു റീഅറേഞ്ച് ചെയ്യാനുണ്ട്. ബാക്കി റൂമുകളിൽ നിന്നൊക്കെ കുറെ സാധനം പിറക്കി കളഞ്ഞ് കുറെയൊക്കെ പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി. അപ്പൊ ഞാൻ പോകുന്നതിന് മുമ്പ് അതെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. എല്ലാരും നോക്കിയിരിക്കുന്ന നമ്മുടെ ആ ഹോം ടൂർ നമ്മൾ ചെയ്യുന്നതായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് ഐഡിയ? എന്നാ പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു പൊട്ടിക്കാം. ബൈ ബൈ. ഫോൺ വന്നോ? ഓഹോ.